നമസ്കാരം. കേരളത്തിൽ ബി.ജെ.പി. വർഷങ്ങളായിട്ട് വലിയ തരത്തിൽ തന്നെ ഒരു പാർലമെന്റ് മണ്ഡലം ലക്ഷ്യം വെക്കുന്നുണ്ടെങ്കിൽ അത് തിരുവനന്തപുരം തന്നെയാണ്. തൃശ്ശൂർ പോലെയുള്ള അല്ലെങ്കിൽ പത്തനംതിട്ട പോലെയുള്ള പാർലമെന്റ് മണ്ഡലങ്ങളിൽ വിജയ സാധ്യതയും അല്ലെങ്കിൽ വിജയിക്കുമെന്നുള്ള ഉറപ്പൊക്കെ വന്നത് ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ മാത്രമാണ്. പക്ഷെ ഒരുപാട് വർഷങ്ങളായിട്ട് ബി.ജെ.പി. എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സംഘടനാ സംവിധാനം കൊണ്ടും പല രീതിയിലുള്ള പ്രവർത്തന പദ്ധതികൾ കൊണ്ടും എന്നും അവർക്ക് അതൊരു വലിയ പ്രതീക്ഷ കൽപ്പിക്കുന്ന ഒരു പാർലമെന്റ് മണ്ഡലമാണ്. നിരവധി വർഷങ്ങൾ ഒരുപാട് പോരാട്ടങ്ങൾക്കൊടുവിലാണ് ഇന്ന് ഒരു വിജയത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും തിരുവനന്തപുരം എന്ന് പറയുന്ന പാർലമെന്റ് മണ്ഡലത്തിലെ സംവിധാനങ്ങൾ അവർ മാറ്റിയെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് തിരുവനന്തപുരത്ത് ബി.ജെ.പി. വിജയിക്കുമോ എന്നുള്ളത് തന്നെയാണ്. 7 നിയോജക മണ്ഡലങ്ങൾ ഒന്നിച്ചു ചേരുന്ന ഈ ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ കഴിഞ്ഞ ദിവസം ബൂത്ത് തല അടിസ്ഥാനത്തിലുള്ള വിവരങ്ങൾ കൃത്യമായിട്ട് ബി.ജെ.പിയുടെ സംസ്ഥാന സമിതി യോഗത്തിൽ ബി.ജെ.പിയുടെ നേതാക്കന്മാര് അല്ലെങ്കിൽ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന പ്രഭാരിമാരടക്കം ഇത് അവതരിപ്പിച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇതിൽ എല്ലാ മണ്ഡലങ്ങളിലും ബി.ജെ.പി. വ്യക്തമായിട്ടുള്ള ലീഡ് നിലനിർത്തുന്നു എന്നുള്ളത് തന്നെയാണ്. അതിൽ കോവളം നിയോജക മണ്ഡലത്തിൽ മാത്രമാണ് യു.ഡി.എഫിന് അല്പമെങ്കിലും ഒരു മേൽക്കൈയുള്ളത്. ഇതിൽ ഏറ്റവും മുഖ്യമായിട്ട് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും തിരഞ്ഞെടുപ്പിന് ശേഷം ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന് മുന്നോടിയായിട്ട് തന്നെ ഓരോ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ബൂത്ത് തല പ്രവർത്തനങ്ങൾക്ക് എങ്ങനെയായിരുന്നു, വിജയ സാധ്യതകൾ എങ്ങനെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരുപാട് വിശദീകരണങ്ങൾ നൽകുന്ന ഒരു സാഹചര്യമുണ്ട്. അത് സംസ്ഥാന ടീം ഒന്നിച്ചിരുന്നു കൊണ്ട് വിശദീകരിച്ച് അവർ അതിന്റെ ഒരു തങ്ങൾ ഇത്ര സീറ്റുകൾ നേടാം എന്നുള്ള രീതിയിലേക്കുള്ള പ്രഖ്യാപനങ്ങളൊക്കെ നടത്തും. ഇതിൽ CPM പറഞ്ഞിരിക്കുന്നത് ഞങ്ങളിവിടെ അല്ലെങ്കിൽ LDF പറഞ്ഞിരിക്കുന്നത് 12 സീറ്റുകൾ അവർ നേടിയെടുക്കും എന്നുള്ള രീതിയിലേക്കുള്ള പ്രചരണമാണ്. അപ്പോൾ ഇതെങ്ങനെയാണെങ്കിലും നമ്മൾക്കറിയാം കേരളത്തിലെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച്, രാജ്യത്തെ ഇന്നത്തെ ഒരു നിലയനുസരിച്ച് ഇടതുപക്ഷത്തിന് ഇവിടെ എത്രത്തോളം മാക്സിമം നേടിയെടുക്കാൻ സാധിക്കുന്നു അതൊക്കെ പോട്ടെ. പക്ഷെ പ്രധാനമായിട്ട് തിരുവനന്തപുരം പോലെയുള്ള ഒരു പാർലമെന്റ് മണ്ഡലങ്ങളിൽ LDFന് എപ്പോഴും ഒരു 3ാം സ്ഥാനത്ത് നിർത്തുന്ന തലത്തിലേക്കുള്ള നിലപാടുകൾ തന്നെയാണ്. അല്ല, അങ്ങനെ ഒരു സംവിധാനത്തിലാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പ് എടുത്തു നോക്കുന്ന സമയത്ത് അതിൽ 6 സീറ്റുകളും നിലവിൽ LDF തന്നെയാണ് ഭരിക്കുന്നത്. പക്ഷേ ഇതിൽ ഏറ്റവും മുഖ്യമായിട്ട് നമ്മൾ പരിശോധിക്കേണ്ടത് ഇത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിലേക്ക് വരുന്ന സമയത്ത് ആകെ മാറുന്ന ഒരു സംവിധാനം തന്നെയാണ്. കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDFന്റെ സംസ്ഥാന സമിതി യോഗത്തിൽ മുരളീധരൻ പ്രധാനമായിട്ട് പ്രഖ്യാപിച്ച അല്ലെങ്കിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. തൃശ്ശൂർ പോലെയുള്ള ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ കോൺഗ്രസിന് ഇതുപോലെ സംഘടനാ സംവിധാനം തകർന്നു പോയോ എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 200ഓളം ബൂത്തുകളിൽ തങ്ങൾക്ക് അവിടെ ബൂത്തിലിരിക്കാൻ പോലും പ്രവർത്തകരെ കിട്ടാനുണ്ടായില്ല. പക്ഷെ എന്നാൽ പോലും ഞങ്ങളുടെ 35,000 വോട്ടുകൾക്ക് വിജയിക്കുമെന്ന് ഇന്നുകൂടി മുരളീധരൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ ഈ സാഹചര്യം തിരുവനന്തപുരത്ത് എങ്ങനെയായിരുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ തൃശ്ശൂരിനേക്കാൾ ഗുരുതരമായ ഒരു സിറ്റുവേഷനിലൂടെയാണ് ശശി തരൂർ യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്ത് ഇത്തവണ പാർലമെന്റ് ഇലക്ഷനെ നേരിട്ടതെന്നുള്ള ഒരു യാഥാർത്ഥ്യം മറച്ചു വെക്കാൻ പറ്റാത്ത തരത്തിലേക്കുള്ള ഒരു യാഥാർത്ഥ്യമാണ്. എന്താണ് ഈ യാഥാർത്ഥ്യം? അത് നോക്കുമ്പോഴാണ് നമ്മൾക്ക് ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത്. 230 ബൂത്തുകളിൽ ശശി തരൂരിന് വേണ്ടി ബൂത്തിലിരിക്കാൻ പ്രവർത്തകരെ കിട്ടിയില്ല എന്നുള്ളൊരു വളരെ ദുഃഖകരമായിട്ടുള്ളൊരു വിഷയമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ തിരുവനന്തപുരത്തെ വിജയ പ്രതീക്ഷകളെ എടുത്തു നോക്കുന്ന സമയത്ത് കാണാൻ സാധിക്കുന്നത്. ബൂത്തിൽ പോലും പ്രവർത്തകരിരിക്കാൻ ഉള്ള ഒരു സാഹചര്യം ഇല്ലാത്ത സംഘടനാ സംവിധാനമാണ് അത്രത്തോളം ദുർബലപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ബൂത്ത് തലത്തിൽ ഏത് തരത്തിലുള്ള പ്രവർത്തനമായിരിക്കും അപ്പോൾ നടന്നിരിക്കുന്നതെന്ന്. വീടാന്തരം കയറി ഇറങ്ങി സമ്പർക്കത്തിലൂടെ പ്രകടന പത്രിക അടക്കം തങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ എന്താണെന്നുള്ളത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഒരു പ്രക്രിയ യഥാർത്ഥത്തിൽ അവിടെ നടന്നിട്ടുണ്ടാവും. ഷോ നടന്നിട്ടുണ്ട് എന്നുള്ളത് തർക്കമില്ല. അത് ശശി തരൂർ എന്ന് പറയുന്ന 10-15 വർഷം തിരുവനന്തപുരത്തിരുന്ന ഒരു MP-യെ സംബന്ധിച്ചൊരു ഷോ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമായിട്ട് സാധിക്കുന്നതാണ്. ഈ ഷോ വർക്ക് അല്ലെങ്കിൽ സംഘടന യഥാർത്ഥത്തിലുള്ള ആ ഒരു പ്രവർത്തനം അത് ഗൃഹ സമ്പർക്കം എന്നുള്ള രീതിയിലേക്കുള്ള കാര്യം തിരുവനന്തപുരത്ത് നടന്നിട്ടുണ്ടോ എന്ന് നോക്കുമ്പോൾ ഇല്ല എന്ന്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. ഇപ്പോ 7 നിയോജക മണ്ഡലങ്ങൾ കൂടിച്ചേരുന്ന പാർലമെന്റ് മണ്ഡലമായിട്ടുള്ള തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഒരു വ്യക്തി മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയം അത് കൃത്യമായിട്ട് വിജയിച്ചിരിക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. 7 നിയോജക മണ്ഡലങ്ങളിൽ 6ലും ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ തന്നെ മികച്ച രീതിയിൽ മുന്നിട്ട് നിൽക്കുന്നു. 30,000-ഓളം വോട്ടുകൾക്ക് രാജീവ് ചന്ദ്രശേഖർ അവിടെ വിജയിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ്, വിലയിരുത്തലുകൾ തന്നെയാണ് വരുന്നത്. കോൺഗ്രസിന്റെ ഒരു നേതാക്കന്മാർ പോലും തിരുവനന്തപുരത്ത് ഞങ്ങൾ വിജയിക്കുമെന്നുള്ള ഒരു ആധികാരികതയോടെ പറഞ്ഞ് മുന്നോട്ട് വരാനുള്ള ഒരു മനസ്സ് കാണിച്ചിട്ടില്ല എന്നുള്ള ഒരു സത്യസന്ധമായിട്ടുള്ള വിഷയം നമ്മൾ പറയണല്ലോ. അത് പറയാതിരുന്നിട്ട് കാര്യമില്ല. അത്രത്തോളം വലിയ ദുർഘട സംവിധാനത്തിലൂടെയാണ് UDF ഇന്ന് സംസ്ഥാനത്ത് പ്രവർത്തിച്ചു പോകുന്നത്. ഇവരാദ്യം ഈ മുരളീധരൻ പറഞ്ഞിരിക്കുന്ന വിഷയം, ഇപ്പോ ഇവിടെ ഈ സംസ്ഥാനത്ത് വേണ്ടത്
2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളൊന്നുമല്ല. യഥാർത്ഥത്തിൽ ബൂത്ത് തലത്തിൽ ഞങ്ങളുടെ പ്രവർത്തകരെ സംവിധാനപ്പെടുത്തുക, ബൂത്ത് തലത്തിൽ സംഘടനയുണ്ടെങ്കിലല്ലേ ഞങ്ങൾക്ക് ഏത് തെരഞ്ഞെടുപ്പിനെയും നേരിടാൻ സാധിക്കുള്ളൂ. അത് വളരെയധികം വ്യാപകമായിട്ട് തന്നെ തകർന്നിരിക്കുന്നു. മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് അത് വലിയ രീതിയിൽ മുന്നോട്ട് പോയിരിക്കും. BJP-യുടെ ഉദാഹരണത്തിന് അവരുടെ പ്രവർത്തന സംവിധാനങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 2010 മുതൽക്ക് അല്ലെങ്കിൽ 2009 പാർലമെന്റ് തിരഞ്ഞെടുപ്പോ 2014 പാർലമെന്റ് തിരഞ്ഞെടുപ്പോ 2019 പാർലമെന്റ് തിരഞ്ഞെടുപ്പോ എടുത്തു നോക്കുമ്പോൾ ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഒരു ഇലക്ഷൻ, എന്താ പറയാ, നമ്മൾ അമിത്ഷായുടെ ഒക്കെ ഒരു പ്രവർത്തന പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ രാജ്യത്ത് ഒരു പേര് പറയും, ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എന്നാണ് ഇതിന് പറയാം. BJP അതിനെ വലിയ രീതിയിൽ തന്നെ വിജയിപ്പിച്ചെടുക്കുന്ന കാഴ്ചകൾ നമ്മൾ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട്. ഈ വിജയിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഒരു ന്യൂനപക്ഷ വോട്ട് BJP-യുടെ പരാജയത്തിലേക്ക് എത്താനുള്ള സാഹചര്യമാണ് ആ ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് കൃത്യമായിട്ട് ഒരു 6 മാസം മുന്നേ ചർച്ചകൾ നടത്തി പരിശോധിച്ച് അവിടെ നിന്ന് അവിടുത്തെ ഗ്രൗണ്ട് ലെവലെല്ലാം ഇവിടെ നോക്കി തങ്ങൾക്ക് എത്രത്തോളം സാധ്യതകളുണ്ടെന്ന് നോക്കുന്ന സമയത്ത് ഒരു കാര്യം മനസ്സിലാവും, അത് പൂർണ്ണമായിട്ടും പരാജയത്തിലേക്ക് പോകാനാണ് സാധ്യത. എന്തുകൊണ്ടാണ്? ന്യൂനപക്ഷ വോട്ട് BJP-ക്ക് എതിരാകും എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. ഇപ്പൊ ബീഹാറിലും ഉത്തർപ്രദേശിലൊക്കെ ഒരു സമയത്ത് കഴിഞ്ഞ ഒരു 3 വർഷങ്ങൾക്ക് മുന്നേ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ BJP ഇത് വലിയ രീതിയിൽ പയറ്റിയതാണ്. ഇങ്ങനെ ഒരു സംഭവം നോക്കുന്ന സമയത്ത് BJP-ക്ക് പരാജയമാണ് വരാൻ പോകുന്നത്. അപ്പൊ ഈ പരാജയം വരാൻ പോകുന്ന സ്ഥലങ്ങളിൽ എങ്ങനെ അതിനെ മറികടക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ന്യൂനപക്ഷ വോട്ടുകൾ സ്വാധീനിക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ അവരുടെ മതങ്ങളിൽ തന്നെ വ്യത്യസ്തമായിട്ട് 5 or 6 പേരെ നിർത്തി ന്യൂനപക്ഷ വോട്ടുകൾ ഒരു പരിധി വരെ തങ്ങളുടെ വിജയത്തിന് ദോഷമാകുന്ന വോട്ടുകൾ കൃത്യമായിട്ട് വിഘടിച്ച് മാറ്റിയെടുക്കുകയും അതോടൊപ്പം കോൺഗ്രസിനോ JDS-നോ പോലെയുള്ള JDU പോലെയുള്ള പാർട്ടികൾക്ക് പോകേണ്ട സംവിധാനങ്ങൾ അല്ലെങ്കിൽ RLD പോലെയുള്ള പാർട്ടികളിലേക്ക് പോകേണ്ടത് കോൺഗ്രസ് പോലുള്ള സംവിധാനങ്ങളിലേക്ക് പോകേണ്ടതെല്ലാം കൃത്യമായിട്ട് വിഘടിച്ച് അത് പൂർണ്ണമായിട്ടും അതിനെ നാമാവശേഷമാക്കുകയും BJP സേഫായിട്ട് വിജയിച്ച് കയറുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളിലേക്ക് എത്തിക്കുന്നു. ഇതാണ് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന ഇലക്ഷൻ എഞ്ചിൻ. അതിൽ ഒട്ടും മോശമില്ലാത്ത ആളാണ് രാജീവ് ചന്ദ്രശേഖർ എന്നുള്ളത് തർക്കമില്ല. വർഷങ്ങളായിട്ട് നമ്മുടെ രാജ്യത്ത് പല വ്യക്തികളെയും കേന്ദ്രീകരിച്ചുകൊണ്ട് പല പാർലമെന്റ് മണ്ഡലങ്ങളും ഉയർന്നു പോയിട്ടുണ്ട്. അതിപ്പോ നമ്മൾ സുരേഷ് ഗോപിയുടെ വിഷയമാണെങ്കിലും ഇത് തന്നെയാണ്. സുരേഷ് ഗോപിയുടെ വ്യക്തിത്വവും പ്രവർത്തന പദ്ധതിയും ജനങ്ങൾക്ക് വലിയ തരത്തിലുള്ള സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് തന്നെയാണ് അദ്ദേഹത്തിനോട് വിജയിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയത്. സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിന് മുന്നോടിയായിട്ട് LDF-നും UDF-നും ഒരു കാര്യം വ്യക്തമാണ്, സുരേഷ് ഗോപിയാണ് ഇവിടെ സ്ഥാനാർത്ഥി BJP-യുടെ. അപ്പൊ ഒരു കാര്യത്തിൽ നമ്മൾക്കൊരു തർക്കവുമില്ല, വിജയം എന്നുള്ളത് എപ്പോഴും സുരേഷ് ഗോപിയുടെ ഭാഗത്തേക്ക്. ഏതെങ്കിലും തരത്തിലുള്ള പ്രതിരോധ സംവിധാനം സൃഷ്ടിക്കാൻ വേണ്ടി മികച്ച സ്ഥാനാർത്ഥികളെ തങ്ങൾക്ക് ഇവിടെ കൊണ്ടെത്തിക്കണം. അതിന്റെ പേരിലാണ് UDF-നെ പോലും യഥാർത്ഥത്തിൽ ഇതിനെ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും വലിയ ഒരു ശങ്കയിലേക്ക് കാര്യങ്ങൾ നയിച്ചത്. TN പ്രതാപനെ മാറ്റി അവിടെ മുരളീധരനെ കൊണ്ടുവരുന്നു. മുരളീധരനെ കൊണ്ടുവരുന്നതോടൊപ്പം തന്നെ ഇടതുപക്ഷം ചെയ്തത് എന്താണ്? പല ഇടതുപക്ഷത്തിലെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് CP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം പല നേതാക്കന്മാരെ നോക്കി അതിനുശേഷമാണ് ഈ പറയുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലേക്ക് സുനിൽകുമാറിനെ പോലും കൊണ്ടുവരുന്നത്. അപ്പോൾ BJP-യുടെ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് സംസ്ഥാനത്ത് കേരളത്തിൽ ആദ്യമായിട്ട് വിജയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ നടന്നു കഴിഞ്ഞത്. അതിൽ ഉദാഹരണം ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾക്ക് തിരുവനന്തപുരത്തെ കാണാം എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. ഫസ്റ്റ്